ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലേക്കുള്ള ഒരു പ്രോമോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 3 പ്രോമോകൾ പുറത്തു വന്നിരുന്നു. ഇതിനകത്ത് ആദ്യത്തെ പ്രോമോയെ പറ്റി പറയാനാണെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന 3-4 പേരുടെ കോൺഫിഡൻസ് തകർക്കാനായിട്ട് ലാലേട്ടൻ ചില കാര്യങ്ങൾ പറയുന്ന പോലെ തോന്നി. ചില വിഷയങ്ങൾ മനഃപൂർവ്വം എടുത്തിട്ട് ആ രീതിയിൽ അവരെ വിമർശിച്ച് അവരുടെ ഒരു കോൺഫിഡൻസ് കളയാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഇന്നലെയും ഇന്നും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു പ്രോമോ തന്നെയാണ് ഇത്. അനുമോള് രാത്രി കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കിയ ആ ഒരു കാര്യമാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദിലയും ഷാനവാസും നെവിനും ഒക്കെ അനുമോളെ വിമർശിക്കുന്നുണ്ട്. ഒരു നന്മ മരം അവിടെ പൂത്തുലയുന്നത് പോലെ തോന്നി എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, കിച്ചൺ ടീമിലുള്ള ഒരാളെന്ന നിലയ്ക്ക് രാത്രി ഒരാൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യത്വത്തിന്റെ പുറത്ത് പോയി ഉണ്ടാക്കി കൊടുത്തതാണ്. അതിനെയാണ് ഇവർ ഈ രീതിയിൽ കീറി മുറിച്ച് പരിശോധിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിനകത്ത് ആര്യൻ ആണ് പറഞ്ഞത് കടലമാവ് എടുക്കാം എന്നൊരു കാര്യം പറഞ്ഞത്. നമ്മളൊരു ഫാക്ട് ചെക്ക് നടത്തിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ആരാണ് എന്താണ് പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ട് ലൈവിൽ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആര്യനാണ് ഇതിനകത്ത് കടലമാവ് എടുക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. കോമൺ ആയിട്ട് അവർക്ക് കിട്ടിയ കടലമാവ് എടുക്കാം എന്ന് പറഞ്ഞത്. ദോശമാവിനകത്ത് കടല ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ആര്യനാണ്. അപ്പൊ ആര്യനെയാണ് ഈ ഒരു കേസിൽ ഇവരെല്ലാവരും പിടിക്കേണ്ടത്. പിടിക്കുന്നത് ആരെയാണ്? അനുമോളെയാണ് ഇവർ പിടിക്കുന്നത്. അപ്പൊ ഇതൊരു വളരെ ഹിപ്പോക്രറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ തരാമെന്ന് വെച്ചതാണ്, പക്ഷെ തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് അനുമോളെ ടാർഗറ്റ് ചെയ്ത് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു കാര്യം ഇത് എനിക്ക് വളരെ അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. ഇത് അനുമോളെ പിടിക്കേണ്ട ഒരു കേസ് ആയിരുന്നില്ല. ലാലേട്ടൻ ആര്യനെ ആയിരുന്നു വഴക്ക് പറയേണ്ടിയിരുന്നത്. പക്ഷെ ആസ് യൂഷ്വൽ ഇന്നലത്തെ പോലെ തന്നെ ആര്യനെ ഇന്നും വെറുതെ വിടുന്നു. ആര്യൻ അവിടെ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളെയും, ഓരോ ആക്ടുകളെയും, ഓരോ മോശമായ ചെറ്റത്തരങ്ങളെയും എല്ലാം ലാലേട്ടൻ കണ്ടില്ല എന്ന് നടിക്കുന്നു. അത് ആര്യനെ രക്ഷിക്കാൻ വേണ്ടി ആയിക്കോട്ടെ, എന്തിനു വേണ്ടി ആയിക്കോട്ടെ, അത് വളരെ മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല, ഇങ്ങനെ ചെയ്യാനാണ് പിന്നെ ആര്യനെടുത്ത് കപ്പും കൊടുത്ത് അക്ബറിന് 2ാം സ്ഥാനവും കൊടുത്ത് എല്ലാവരെയും പറഞ്ഞു വിട്ടാ പോരെ. പ്രേക്ഷകരുടെ സമയവും ലാഭിക്കും. ഇവരിതൊന്നും ചെയ്യാതെ അനുമോൾ എന്ന പിന്നെ പുറത്താക്കി പിടിച്ച് രാത്രി ഫുഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്, രാത്രി കിച്ചണിൽ കയറി ഇച്ചിരി ഫുഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അനുമോളെ പുറത്താക്ക്. അല്ല, അതാണോ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ പ്രോമോ ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.